നമസ്കാരം. ഓണം എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച പ്രിയപ്പെട്ട മനുഷ്യരുടെ, പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയൊക്കെ മനസ്സിലുണ്ട് അല്ലേ? ആ ഓണത്തിൻ്റെ കാഴ്ചയിൽ ഒരു കാരണവരുണ്ടാവും. അവിടെ കാരണവരുടെ തൊട്ടടുത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ, വീട്ടിലെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കുന്ന ഒരാളുണ്ടാവും, മക്കളുണ്ടാവും, കൊച്ചുമക്കളുണ്ടാവും. ആ കാഴ്ച വളരെ ഐശ്വര്യമുള്ളൊരു കാഴ്ചയാണ്. ഈ ഫ്രെയിം കാണുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് ബോധ്യമായിട്ടുണ്ടാവും. ഓണക്കാലമാണ്, ഞങ്ങളുടെ വിശിഷ്ട അതിഥികളാണ്, നമ്മളുടെ വീട്ടിലേക്ക് എത്തിയവരാണ്. കാരണവരുണ്ട്, അതും കേരളത്തിൻ്റെ കാരണവരായിട്ടിരിക്കുന്ന കാരണവരുണ്ട്. ദാ ഇവിടെ കിക്കിയുണ്ട്, കൊച്ചുമോനുണ്ട്, പാട്ടുകാരിയുണ്ട്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഇത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ, നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സകുടുംബമുള്ള ഓണ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയാണ്. ചങ്ങമ്പുഴ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇക്കൊല്ലം ഓണത്തിനുണ്ടെൻ്റെ വീട്ടിൽ ഒരു ഇത്തിരി പോന്ന വിരുന്നുകാരൻ, മാമക താവക സ്വപ്നങ്ങളെ ചായം പിടിപ്പിക്കും ചിത്രകാരൻ എന്നാണ്. ഒരു അതിഥിയുണ്ട്, ആ വിശേഷങ്ങൾ കൂടി പറയാം. ആ അതിഥിയുടെ വിശേഷത്തിലേക്ക് ഞങ്ങൾ നുഴഞ്ഞു കയറിയതാണ്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് രണ്ടാമത്തെ കൊച്ചുമകൻ ഉണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അതാണ് കിക്കി. ഇത് രോഹൻ. കിക്കി, ഇത് കിക്കിയാണ്. ഇനി കിക്കി അല്ല, ഇത് രോഹൻ. അപ്പൊ കിക്കിയാണ് ഇനി വരാൻ പോകുന്നത്, വന്നത്. ഈ ഫ്രെയിം പ്രിയപ്പെട്ട പ്രേക്ഷകർ അധികം ടെലിവിഷനിൽ കണ്ടു കാണൂല. ശരിയാണ് അല്ലേ? ഓണത്തിന് ഇങ്ങനെ ഒരുമിച്ച് കിട്ടാറില്ല. കിട്ടാൻ പാടാണ്, കാരണം ഇവരൊക്കെ ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുന്നവരല്ലേ. അപ്പൊ ഒരുമിച്ച് കിട്ടാൻ വലിയ പാടല്ലേ. ഈ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഓണം കൊള്ളുന്നതിന്റെ ഒരു സുഖവും ഒരു ഫീലും ഇപ്പൊ ഉണ്ട് അല്ലേ? വീട്ടിൽ പുതിയ അതിഥി വന്നതിന്റെ പ്രത്യേക സന്തോഷവും. അപ്പൊ ആ മുഖത്ത് ആ ഒരു നിർവൃതിയുണ്ട്. രുദ്രാൻഷ് എന്നാണ് ഇളയ കുഞ്ഞിന്റെ പേര്. നമ്മുടെ ഇന്നിപ്പോ നൂലുകെട്ട് നടന്ന പേര് കേരളത്തിലില്ല. കേരളത്തിൽ ആദ്യത്തെ പേരാണ്. ഈ രായിൽ തുടങ്ങുന്നതിന്റെ കാര്യം എന്താ? രമിത്, രമേശ്, റോഹൻ, രോഹിത്, രോഹൻ, രുദ്രാൻഷ്. രുദ്രാൻഷ് ചെന്നിത്തല തന്നെയുണ്ട്. രുദ്രാൻഷ് ചെന്നിത്തല എന്നാണ്. അപ്പോൾ ഈ പേരിന്റെ അർത്ഥം എന്താ? രുദ്രാൻഷ് എന്ന് പറഞ്ഞാൽ ശിവൻ, ശിവന്റെ അംശം, മകൻ. ശരിക്കും ശിവഭക്തനാണോ? ഞാൻ ശിവഭക്തനാണ്. ആണോ? പക്ഷെ ഗുരുവായൂർ അമ്പലത്തിലാണല്ലോ. അതുകൊണ്ട് ബേസിക്കലി ഞാനൊരു ശിവഭക്തനാണ്. ഈ രായോടൊരു പ്രത്യേക താല്പര്യമുണ്ടോ? അച്ഛന്റെ പേര് രാമകൃഷ്ണൻ നായർ. രാമകൃഷ്ണൻ, രമേശ്. ഓക്കെ, അപ്പൊ രായുടെ തുടർച്ചയാണ്. അതെ, രാ ഫാമിലി അല്ലേ? ദാറ്റ്സ് ഗുഡ്. അപ്പൊ അതല്ലാതെ എന്റെ നേതാവിന്റെ പേര് രായാണ്, രാജീവ് ഗാന്ധി. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അങ്ങനെ രായുടെ ഒരു തുടർച്ചയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട്. ഞാനേ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ വാമനെയും മഹാബലിയും രണ്ടുപേരും വോട്ടിടണമെന്ന് പറഞ്ഞാൽ ആർക്ക് വോട്ടിടും? വല്ലാത്തൊരു ചോദ്യമാണ്. എനിക്കിപ്പോഴുള്ളൊരു ചോദ്യമാണ്. എനിക്കത് കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. പലരും പല രീതിയിൽ പറയും. ശരിയല്ലേ? ഞാൻ തീർച്ചയായിട്ടും മഹാബലിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. കാരണം മഹാബലി അത്രയും നന്നായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ. ഒരു നീതികേടുണ്ട്, അദ്ദേഹത്തോട് നീതികേട് കാണിച്ചു എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നാൽ പോലും വാമനന്റെ ഇഷ്ടമല്ലാതില്ല, ഇഷ്ടക്കുറവൊന്നുമില്ല. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ ഇന്ത്യ എക്സ്പ്രസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആനന്ദ് നീലകണ്ഠൻ, ബോംബെയിലാണ് താമസം, തൃപ്പൂണിത്തറക്കാരനാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ടവരെയും പിന്നോക്കക്കാർക്കും വേണ്ടിയിട്ട് നോവലുകൾ എഴുതുന്ന ആളാണ്. നമ്മുടെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് അദ്ദേഹം കർണനെ പറ്റി അതിമനോഹരമായിട്ട് എഴുതാറുണ്ട്. കർണനോട് ചെയ്ത നീതികേട്, ദുര്യോധനൻ്റെ നല്ല വശങ്ങൾ. അദ്ദേഹം ദുര്യോധനെ പറ്റി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ തുടക്കം നമ്മുടെ കുന്നത്തൂരുള്ള അവിടുത്തെ അമ്പലത്തിൽ തലക്കെട്ട്, പുസ്തകത്തിന്റെ ഒരു തലക്കെട്ടുണ്ട്. എനിക്ക് വായിച്ച കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ദുര്യോധന മലപ്പെട്ട ക്ഷേത്രത്തിൽ പോയി. അതെ, അവിടുന്ന് ആ നോവൽ തുടങ്ങുന്ന അവിടുന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് പിന്നോക്ക അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത് കൊണ്ടാണ് ദുര്യോധനെ ചരിത്രം അവഗണിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കർണൻ എന്ന് പറയുന്ന സൂതപുത്രനെ രാജാവായി അഭിഷേകം ചെയ്ത് അത് യുദ്ധത്തിലേക്ക് ഇറക്കി വിടുന്ന രാജാവായി അഭിഷേകം ചെയ്തിട്ടാണല്ലോ വിടുന്നത്. അപ്പൊ അതിമനോഹരമായിട്ട് ആനന്ദ് നീലകണ്ഠൻ എഴുതാറുണ്ട്. അതിനകത്ത് അവസാനത്തെ അസുര രാജാവായ മഹാബലിയെ ചവിട്ടി താഴ്ത്തുകയാണ്. അത് അനീതിയാണ് അദ്ദേഹം വ്യക്തമായി സൂചിപ്പിക്കുന്നത്. അതിനകത്ത് ശ്രീ രമേശിൻ്റെ ഇതിലേക്ക് ഒരു സംശയമില്ല, വോട്ട് മഹാബലിക്ക് തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല എന്നുള്ളതാണ്. ദാറ്റ്സ് ഗ്രേറ്റ് സാർ. ഞാൻ ഇനി ഒന്ന് രണ്ട് കുഞ്ഞ് ആഭ്യന്തര കാര്യങ്ങളിലേക്ക് കൂടി വന്നാൽ, ആഭ്യന്തര വകുപ്പ് ശ്രീ രമേശ് ചെന്നിത്തല വൃത്തിയായിട്ട് ഭരിക്കുന്നുണ്ട്. തൂഫാൻ സൂപ്പർ ഹിറ്റാണ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു സർക്കാർ, ഇന്ത്യൻ ഗവൺമെൻറ് നടപ്പിലാക്കിയതിൽ ഇത്രയും അധികം മീഡിയ അറ്റൻഷനും ജനശ്രദ്ധയും പിന്തുണയും കിട്ടിയൊരു പ്രോഗ്രാമില്ല. ആൻഡ് ഐ സ്പെഷ്യലി കൺഗ്രാറ്റുലേറ്റ് യു സാർ. കാരണം അത് കേരളത്തിലെ ജനങ്ങളൊപ്പമുണ്ട്. കാര്യം അതിൻ്റെ ദൂഷ്യവശങ്ങൾ അറിയുമ്പോൾ. വീട്ടിലെ ആഭ്യന്തരം ആര് ഭരിക്കുന്നത്?
അങ്ങാണോ ഭരിക്കുന്നത്? അല്ല, ഞങ്ങൾ എല്ലാരും കൂടെ കൂടിയാ. എല്ലാവരും കൂടി ഒരുമിച്ചാണ്. ഈ ഓണത്തിന് ഒരുമിച്ച് കിട്ടാറില്ല എന്നുള്ളത് വാസ്തവമാണ് അല്ലേ? അമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ കൂടെ ആയിരുന്നു ഞങ്ങളൊക്കെ. ആ, അപ്പൊ ചേട്ടൻ ഉച്ചവരെ ചിലപ്പോ കാണുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ട് സ്ഥലം വിടും. അതെ അതെ ആ, അത് കഴിഞ്ഞാൽ പിന്നെ പൊതുജനങ്ങൾക്കുള്ളതാണ് അതെ അതെ. അല്ലേ? ഈ തിരക്ക് എത്ര വർഷമായിട്ട് ഇപ്പൊ തുടരുന്നു? ഞാൻ കാണുമ്പോ മുതൽ അത് തന്നെയാ. ആണ്. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പരിഭവം പറഞ്ഞോ? ആദ്യമൊക്കെ പറയാറുണ്ട്. ആദ്യമൊക്കെ പറഞ്ഞു. ഈ സിംലയിലെ കഥ പണ്ട് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സിംലയിൽ ഹണിമൂണിന് പോയ സമയത്ത് കരുണാകരൻ ലീഡറിന്റെ കോള് വരുന്നതും അതെ അതെ. 40 വർഷം മുമ്പുള്ള കഥയാ അന്ന് അല്ലേ? ഞാൻ മന്ത്രി ആവണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ലേ? ആ സമയത്ത് മന്ത്രി ആവണ്ടെന്ന് പറഞ്ഞോ? അതെ അതെ. ആണോ? അതെന്തായിരുന്നു ആ സംഭവം? ഇൻട്രസ്റ്റിംഗ്. കേട്ടിട്ടുണ്ടോ ആ കഥ? ആവണ്ടെന്ന് പറഞ്ഞ കാര്യം അറിയത്തില്ല. ആവണ്ടെന്ന് പറഞ്ഞ കാര്യം അറിയത്തില്ല. ആവണ്ടെന്ന് അല്ല, അപ്പൊ പറഞ്ഞ ഇതില് നാട്ടിലേക്ക് തിരിച്ചു പോകണല്ലോ എന്ന് വിചാരിച്ചപ്പോഴേ. സിംലയില് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് കോള് അതെ വരുന്നത്. അതെ. കോള് വന്ന് കഴിഞ്ഞിട്ട് ശ്രീരമി ആർസി എന്താ പറയുന്നത്? അല്ല, എനിക്ക് എന്നെ മന്ത്രിയാക്കാൻ വേണ്ടിട്ടാണ് തിരിച്ചു പോകാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് 2 ദിവസം കഴിഞ്ഞേ ഉള്ളൂ അവിടെ വന്നിട്ട്. ഞങ്ങൾ സിംലയിലെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്ന സമയം. 2 ആഴ്ചത്തേക്കായിട്ട് വന്നതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ മന്ത്രി ആവണ്ട, നമുക്ക് പോകണ്ട. അവിടുത്തെ മുഖ്യമന്ത്രി എൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു, ഉവ്വ വീരഭദ്ര സിംഗ്. അദ്ദേഹം ഞങ്ങളെ സ്റ്റേറ്റ് ഗസ്റ്റ് ആക്കിയായിരുന്നു. ഉവ്വ. ഞാൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് സ്റ്റേറ്റ് ഗസ്റ്റ് ആക്കിയോണ്ട് 29 വയസ്സ്. എല്ലാം ഫ്രീ ആയിരുന്നു അന്ന്. 29 വയസ്സ് 28 വയസ്സ് 28 വയസ്സ് യൂത്ത് കോൺഗ്രസിന്റെ. അതെ അല്ലേ? അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. 2 ആഴ്ചക്ക് വേണ്ടിയിട്ട് ഹണിമൂൺ പോയതാണ്. സ്റ്റേറ്റ് ഗസ്റ്റ് ആക്കി. സ്റ്റേറ്റ് ഗസ്റ്റ് ആക്കി. അപ്പൊ എല്ലാ കാഴ്ചകളും കാണാം, ഫ്രീ ആയിട്ട് പോവാം. 2 ദിവസം കഴിയുമ്പോ തിരിച്ചു വന്നു. അപ്പൊ പറഞ്ഞു മന്ത്രി ആവണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു ഫസ്റ്റ് റിയാക്ഷൻ? അല്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, മന്ത്രിയായ എന്താന്ന്. അപ്പൊ പെട്ടെന്ന് മന്ത്രി ആവണ്ടെന്ന് പറഞ്ഞപ്പോ കുഴങ്ങിയോ? അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പോ അത് പ്രത്യേകിച്ച് കരുണാകരൻ ലീഡർ വിളിക്കുമ്പോ പോവാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടാവുക? കറക്റ്റ്. അങ്ങനെ എവിടെ എത്തുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഇതിനോട് ഒരു അകൽച്ചയായിരുന്നു അല്ലേ? അതെ, എനിക്ക് അറിയില്ലായിരുന്നു അതിനെ കുറിച്ചൊന്നും. ആണ്. ഇപ്പൊ 40 വർഷത്തിന് ശേഷം വീണ്ടും മന്ത്രിയാവുന്നു. അതെ. അപ്പോൾ ആ ഒരു കാലത്തെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മധുരിക്കുന്ന ഓർമ്മകളാണല്ലോ അല്ലേ 40 വർഷം മുമ്പുള്ളത്. എന്നാ ഒരു വരി പാട്ടായാലോ? നമ്മുടെ റാണി റഫീഖ് നമുക്കൊപ്പം ഉണ്ട്. കുഞ്ഞ് ഗായികയാണ്, സിനിമാഭിനേത്രിയും കൂടിയാണ് അല്ലേ? അപ്പം നമുക്ക് ആ 2 വരി നമുക്ക് ആ കാലത്തെ മധുരിക്കും ഓർമ്മകളെ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. അങ്ങനെ ആ പഴയ മാഞ്ചു വീട്ടിലേക്കൊക്കെ ഒന്നുകൂടി പോയോ അനിത മാം? സിംലയിൽ എന്ത് മാവ് അല്ലേ? ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരാൾ ഡോക്ടർ, ഒരാൾ IRS, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ, സിവിൽ സർവീസിലും മെഡിക്കൽ പ്രൊഫഷനിലും. എന്തുകൊണ്ടാണ് ബാലജന സഖ്യത്തിൽ നിന്ന് KSU, അതിനുശേഷം യൂത്ത് കോൺഗ്രസ്, 20 MLA, മന്ത്രി, MP, അങ്ങനെയായിരുന്നു ആ വളർച്ച എന്ന് പറയുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ പൊളിറ്റിക്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്, ഹരിപ്പാട് അല്ലെങ്കിൽ മാവേലിക്കര കോൺസ്റ്റിറ്റ്യുവൻസി അങ്ങനെയല്ല സർ, ഇത് ഓരോരുത്തർക്ക് വരുന്ന അവസരം പോലെയല്ലേ. ഞങ്ങൾ പഠിച്ചതൊക്കെ ഡൽഹിയിലല്ലേ, സ്കൂളിംഗ് ഒക്കെ അവിടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോയിൽ അക്കാഡമിക്കലി അങ്ങ് പോയി എന്നുള്ളതാണ്. അല്ലാതെ ഇത് മനഃപൂർവ്വം വരാത്തതൊന്നുമല്ല, അവസരം വന്നില്ല എന്നുള്ളതാണ്. അവസരം വന്നില്ല. 2, ഈ അച്ഛൻ്റെ ഒരു പൊളിറ്റിക്സിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ കണ്ടപ്പോൾ ഇത് കുറച്ചുകൂടി ഹാർഡ് വർക്കിംഗ് മേഖലയാണെന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, അത്ര എളുപ്പമുള്ള മേഖല അല്ലല്ലോ. നിങ്ങളെ പോലുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ വേണം അല്ലേ? ഇതേ ചോദിച്ചാൽ മിത്രനോട് ചോദിച്ചാൽ വൈ സിവിൽ സർവീസ്? ഈ സിവിൽ സർവീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണല്ലോ രാഷ്ട്രീയവും സിവിൽ സർവീസും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി കിട്ടി. 6 മാസം അവിടെ വർക്ക് ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ വീട്ടിൽ അവതരിപ്പിച്ചു. അവർ പറഞ്ഞു തീർച്ചയായിട്ടും പഠിച്ചു നോക്കണം. പറഞ്ഞിട്ടുണ്ടോ കം ടു പോളിറ്റിക്സ്? ഇല്ല, ഒരിക്കലും ഇല്ല. റോഹിതിനോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ പൊളിറ്റിക്സിലേക്ക് വരണമെന്നോ പൊളിറ്റിക്സിലേക്ക് വരണ്ടെന്നോ പറഞ്ഞിട്ടില്ല. ചോയ്സ് ഇസ് യുവേഴ്സ്. അത് അവരാണ് തീരുമാനിക്കുന്നത്, ആണ്, നമ്മളല്ല. ആണ്. പക്ഷേ അപ്പോഴും അങ്ങ് KSUയിലൂടെ വന്ന് ബുദ്ധിമുട്ടി. ഞാൻ തുറന്നു ചോദിക്കട്ടെ, ഇതിനുള്ളിൽ അത്ര ബുദ്ധിമുട്ടിയും കഷ്ടപ്പാടും ഒക്കെ നിൽക്കണം, ഈ യാതനകൾ അനുഭവിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണോ മക്കളെ നിർബന്ധിക്കാൻ പൊളിറ്റിക്സിൽ? അല്ല, അതുകൊണ്ടല്ല. ഒന്നാമത് ഈ പറഞ്ഞ പോലെ അവർ ഡൽഹിയിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ മക്കളാണ്. അവരെ പഠിച്ചതൊക്കെ ഡൽഹിയിലാണ്. ഞാൻ MP ആയതുകൊണ്ടുള്ള ഏക ഗുണം അതാ പറ്റി. എന്നുവെച്ചാൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി. സെൻറ്റ് കൊളംബസിൽ പഠിക്കാൻ അവസരം കിട്ടും.
അവിടെ പഠിക്കുമ്പോൾ അവർക്ക് ഹിന്ദി ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് കിട്ടും. മലയാളം ഇപ്പോഴും രണ്ടുപേർക്ക് എഴുതാൻ അറിയില്ല. ആണോ ഇപ്പോഴും Still? എഴുതാനറിയാം അറിയാത്ത ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാന്നുള്ള കാര്യം ഇപ്പോഴും ബാലരമയും ഒക്കെ വായിക്കുന്ന പാർട്ടിയാണ്. ആണോ ബാലരമ വായിക്കും ഇപ്പോഴും വായിക്കും. മലയാളി മലയാളം എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചത്. എഴുതാനറിയാം എഴുതാനറിയാം അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടിയല്ലോ. അപ്പം അങ്ങനെ അവരെ മുന്നോട്ട് അത് അവരുടെ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ അവരെടുക്കട്ടെ. അതെ അതെ എപ്പോഴെങ്കിലും അനിത മാം പറഞ്ഞിരുന്നോ അവർക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോളാം. ഇഷ്ടമുള്ളത് പഠിച്ചോളാൻ പറഞ്ഞു? ഒരു നിർബന്ധം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ രാഷ്ട്രീയത്തിൽ വരണമെന്നോ വരണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ചോയ്സ് ഈസ് ദേഴ്സ്, അവരുടെ ചോയ്സാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊളിറ്റിക്സിലേക്ക് വരണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ തടയുമായിരുന്നോ? തടയത്തില്ലായിരുന്നു. കാരണം അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈയടത്തേണ്ട കാര്യമില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ മക്കൾ നമ്മളെക്കാൾ വളർന്നാൽ, വഴി ചൊല്ലുണ്ടല്ലോ, നമ്മളെക്കാൾ മക്കൾ വളർന്നാൽ പിന്നെ നമ്മൾ ഉത്തരവാദിത്വം അവർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ലാതെ നമ്മൾ പിന്നെ അവരെ അക്കാര്യത്തിൽ നിർബന്ധിക്കാനോ നിരുത്സാഹപ്പെടുത്താനോ പോകേണ്ട കാര്യമില്ല. ഈ മാറിയ ഒരു രാഷ്ട്രീയ ലോകത്തെ ഇപ്പോൾ മാവേലിയെക്കുറിച്ച് പറയുന്ന പോലെ ഒരുപാട് വാമനന്മാരുള്ളൊരു മേഖലയാണ്. അങ്ങനെ തോന്നാറില്ലേ പലപ്പോഴും? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മാവേലിമാർ മാത്രമല്ല, വാമനന്മാരും ഉണ്ട് എന്നുള്ളതല്ലേ വാസ്തവം? അത് പൊളിറ്റിക്സ് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. മാധ്യമങ്ങളിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, പൊതുജീവിതത്തിലുണ്ട്. ഓരോ മേഖലയിലും അത്തരം ആളുകൾ ധാരാളം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആരെയും സമ്മർദ്ദം ചെലുത്തിപ്പെടേണ്ട ഒരു മേഖലയല്ല. കറക്റ്റ്. അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പം ജനങ്ങളുമായി ബന്ധപ്പെടാനും അവർ മിങ്കിൾ ചെയ്യാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പേഷ്യൻസ് വേണം. എന്നെ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ എന്നോട് പറഞ്ഞ ഒരു വാചകം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ അടുത്തടുത്താണ് താമസിച്ചത്. അദ്ദേഹം 13 തീൻമൂർത്തി ലൈനിൽ, ഞാൻ 14 തീൻമൂർത്തി ലൈനിൽ. 13 അദ്ദേഹം ഇഷ്ടമുള്ള നമ്പറായിരുന്നു അദ്ദേഹത്തിന്. അതെ, 13 നിന്നപ്പോഴും അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, പൊളിറ്റിക്സ് എപ്പോഴും വേണ്ടത് പേഷ്യൻസ്, ക്ഷമ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. 69 AICC പ്രസിഡൻ്റായി അദ്ദേഹം. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ AICC ചെറിയ സെല്ലിൻ്റെ കൺവീനറാക്കി. 20 പോയിന്റ് പ്രോഗ്രാം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത് സ്വീകരിക്കാതിരുന്നിരുന്നെങ്കിൽ ഞാൻ ആന്ധ്ര ഗവർണർ ആവില്ല, വൈസ് പ്രസിഡൻ്റ് ആവില്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആവില്ല. ഞാൻ ജനിച്ചത് 56-ലാണ്. 56 അദ്ദേഹം യുണൈറ്റഡ് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി. യുണൈറ്റഡ് മധ്യപ്രദേശ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഉള്ള വലിയ വലിയ നേതാക്കന്മാരുമായിട്ടുള്ള എൻ്റെ അനുഭവം, അർജുൻ സിംഗ്, ND തിവാരി, VP സിംഗ്, ശങ്കർ ദയാൽ ശർമ്മ, കമലാപതി ത്രിപാഠി, PC ശുക്ല, SC ശുക്ല, ഇന്ത്യ അറിയപ്പെടുന്ന ഒത്തിരി നേതാക്കന്മാരുമായിട്ട് ആ സമയത്ത് രോഹിത്തിന്റെ പ്രായമാണെന്ന് തോന്നുന്നു അല്ലേ? ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയം അവരുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവ പാഠം വളരെ വലുതാണ്. എത്ര പുസ്തകം വായിച്ചാലും മതിയാവാത്ത. PV നരസിംഹറാവുമായിട്ട് 1 മണിക്കൂർ സംസാരിച്ചാൽ 3 പുസ്തകം വായിക്കുന്നതിന് പ്രയോജനം കിട്ടുമായിരുന്നു. ലിവിങ് എൻസൈക്ലോപീഡിയ. അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമെന്നും. അപ്പോൾ അതെൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ മക്കൾ രണ്ടുപേരും എപ്പോഴെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒപ്പീനിയനോ ചില അഡ്വൈസോ അതൊക്കെ പറയും. അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയും. അവർ രണ്ടുപേർക്കും പൊളിറ്റിക്സ് നന്നായിട്ട് അറിയാവുന്നത്. ഈ ഫോളോ പൊളിറ്റിക്സ് അല്ലേ? കേരള രാഷ്ട്രീയവും ഫോളോ ചെയ്യാറുണ്ട്, നാഷണൽ പൊളിറ്റിക്സ് ഫോളോ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമോ, അതിനകത്ത് റെസ്പോൺസ് വേണ്ട അല്ലെങ്കിൽ ഇന്ന റെസ്പോൺസ് വേണം, അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഫോണിൽ വിളിച്ചാൽ കിട്ടാറില്ല. കിട്ടാറില്ല, ഞങ്ങൾ വിളിക്കുന്ന പോലെ തന്നെ. പക്ഷേ കേരളത്തിലെ സാധാരണക്കാർ വിളിച്ചാൽ കിട്ടും. പക്ഷെ ഇത് ഞാൻ കാണുന്ന ഒരു പ്രശ്നം, പണ്ടുണ്ടായിരുന്ന ഒരു കോംറേഡ്ഷിപ്പ് ഇന്ന് മാറി വരുന്ന കാലത്ത് രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയിലും ഇല്ല. കറക്റ്റ്. ഒരു കോംറേഡ്ഷിപ്പ് ഉണ്ട്. അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരും ഒത്തുകൂടുക, ഒരു സഹൃദയത്വം, ദുഃഖത്തിൽ പങ്കാളിയാകുക, സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുക. അത് ചേഞ്ച് ചെയ്തൊരു കാലഘട്ടം കൊണ്ടാകാം, ഒരു പക്ഷേ ടെക്നോളജിയുടെ ഒക്കെ ഒരു മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം. അതെല്ലാ ബന്ധങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിൽ വളരെയേറെ ഉണ്ട്. അതിന് എങ്ങനെ പോകും? പണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്ത് ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ താമസിക്കുകയല്ലേ. കറക്റ്റ്. പൈസ ഉണ്ടാവില്ല, അവരുടെ കൂടെ താമസിക്കുന്നു, അവർ നമ്മളെ ബസ്സിൽ കയറ്റി വിടുന്നു, നമുക്ക് വണ്ടിക്കൂലിക്ക് തരുന്നു, പൈസ തരുന്നു. എത്രയോ കുടുംബങ്ങളിൽ എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ. ഇതൊരു ആശങ്കയുണ്ടോ ഈ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന സഹൃദയത്വവും കംറേഡ്ഷിപ്പും നഷ്ടപ്പെടുന്നത്? അതിനി വരും കാലത്തിൽ, ഇപ്പോൾ കുഞ്ഞിൻ്റെ കാലം, ഇപ്പം രോഹൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്, ആ കാലത്തെ എങ്ങനെയാക്കി തീർക്കുന്നൊരു ഭയമുണ്ട്? എനിക്ക് ഭയമുണ്ട്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും ഇത് കാണുന്ന ഒരു പ്രത്യേകതയാണ്. പണ്ട് ആ ഒരു സ്നേഹം, പരസ്പരം വിശ്വാസം,
ചേർത്ത് നിർത്താനുള്ള താല്പര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് പൊളിറ്റിക്സിൽ എനിക്കെന്ത് കിട്ടുന്നത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ശ്രീജയും ജുനീറ്റയും കുടുംബത്തിലേക്ക് വന്ന ഈ രാഷ്ട്രീയ കുടുംബത്തിലേക്ക് വന്നവരാണ്. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ഉണ്ടോ ജുനീറ്റ മാം? എന്തെങ്കിലും ഉണ്ടോ? എനി പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്? ഇല്ല, എനിക്കൊന്നും അറിയത്തില്ല. ഇല്ല, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. കുടുംബ പശ്ചാത്തലത്തിലും ഇല്ല. രാഷ്ട്രീയക്കാരെങ്കിലും ഉണ്ടോ? പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയവരുണ്ടോ കുടുംബത്തിൽ? ഇല്ല, അത് നമ്മുടെ പഴയ തിരുക്കൊച്ചിയിലെ മന്ത്രിയായിരുന്ന TM വർഗീസ്. TM വർഗീസിന്റെ ഓ, ആ കുടുംബമാണ്. ഓ ഗ്രേറ്റ്. അപ്പോൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബം തന്നെയാണ് അല്ലേ? ശ്രീജ മാം? ഇല്ല. ഇല്ല, അങ്ങനെ കുടുംബ പശ്ചാത്തലം പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല വീട്ടിൽ നിന്ന്. അവിടെയാണ് മന്ത്രി കുടുംബത്തിലെ ഒക്കെ വരുന്നത് അല്ലേ? അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വരുമ്പോഴേ ഈ രോഹിത്തിനോട് പറയൂ, ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? പ്രത്യേകിച്ച് ശ്രീ രമേശ് ഉദാഹരണത്തിന് ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് ഞങ്ങളൊക്കെ കരുതുന്നു. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ പലരും കരുതുന്നു. ആ സമയത്തുണ്ടാകുന്ന ടെൻഷൻ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? അതുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നല്ല രീതിയിലുണ്ടായിരുന്നു. അല്ലേ? ആ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. ഇത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഫീൽ ചെയ്യുമോ? പ്രത്യേകിച്ച് ന്യൂസ് ചാനലൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ഞങ്ങളാണ് ടെൻഷൻ ആക്കുന്നതെന്നാണ് സ്ട്രെസ് ആകും അല്ലേ? അല്ലേ? പലപ്പോഴും. ഓക്കെ, ഈ എങ്ങനെ ജുനീറ്റയ്ക്ക്? എനിക്ക് ആക്ച്വലി ഇത് പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷേ അച്ഛൻ പൊളിറ്റിക്സിൽ ഇത്ര ആക്റ്റീവായിട്ട് നല്ല ഫോർ ഫ്രണ്ട് ആയിട്ട് റൺ ചെയ്യാൻ നമുക്ക് സന്തോഷമായിട്ട് തോന്നുന്നു. ഫീൽ പ്രൗഡ് ആണ്. We feel proud as a family together. When ഒരു ഏതെങ്കിലും ഒരു ആക്ഷൻ അച്ഛൻ പറഞ്ഞ പോലെ തൂഫാൻ ഓർ എന്തെങ്കിലും he always thinks for the people. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ നമ്മൾക്ക് അത് ഉള്ളിൽ നിന്ന് അതൊരു ചെയർ ഉണ്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന്. ഒരു പിന്തുണയും കൂടി ഉണ്ടാവും അതെ, അല്ലേ? അതെ. ഓക്കെ, ശ്രീജ എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് അനിത ആൻഡ് ശ്രീജ ആൻഡ് ജുനീറ്റ മരുമക്കളുമായിട്ടുള്ളൊരു ഇക്വേഷൻ എങ്ങനെയാണ് അനിത മാം? ഞങ്ങളെല്ലാരും നല്ല കൂട്ടാ ആണ്, കൂട്ടാണ്. ഇതുവരെ പിണങ്ങിയിട്ടില്ല? ഇല്ല ഇല്ല പിണങ്ങാൻ അനുവദിച്ചിട്ടില്ല ഇല്ല. അല്ലേ? നിങ്ങൾ ഇപ്പോൾ ഡൽഹിയിലാണോ താമസിക്കുന്നത് അതോ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് തന്നെയല്ലേ? എറണാകുളത്താണ് നിങ്ങൾ താമസിക്കുന്നത്? കൊച്ചിയില്ല. അല്ലേ? കൊച്ചിയിലാണ്. നിങ്ങൾ തിരുവനന്തപുരത്ത് പോവും, ഹരിപ്പാട് പോവും, മാറി മാറി വീട്ടിൽ താമസിക്കും. കാണാറില്ല. വീട്ടിൽ കാണാറില്ല. ഈ ഒത്തുകൂടുന്ന സന്ദർഭങ്ങൾ കുടുംബത്തിന് കുറവായിരിക്കും അതെ അല്ലേ? അതെ അതെ. ബാക്കി എല്ലാ ചടങ്ങുകളിലും ഉണ്ടാവും. ഉണ്ട് ഉണ്ട്. നമ്മൾ തീരദേശത്ത് ഇങ്ങനെ വലിയ സംഘർഷഭരിതമായ സാഹചര്യം നിൽക്കുകയാണല്ലോ. ആ സമയത്ത് രമേശ് ചെന്നിത്തലയാണ് നമ്മുടെ തുറമുഖം തീരദേശത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു ബഹളം ഉണ്ടാവും എന്നുള്ളതാണ്. കാര്യം പ്രത്യേകിച്ച് ഫിഷറീസ് മിനിസ്റ്ററും കൂടി അവിടെ വരുന്നൊരു സമയമാണ്. വലിയ വിമർശനങ്ങളൊക്കെ നിൽക്കുന്നു. പൊട്ടിത്തെറിക്കുന്നൊരു കുടുംബത്തിലേക്കാണ് വരുന്നത്. എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അല്ല, അത് ഞാൻ ഈ തീരപ്രദേശത്തിൻ്റെ MLA ആണ്. എൻ്റെ 2 പഞ്ചായത്ത് തീരപ്രദേശമാണ്. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ. ഇതിനേക്കാൾ വലിയ സംഘർഷങ്ങളുള്ളപ്പോഴും ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഞാൻ അവരോടൊപ്പമാണ് ഇപ്പോഴും, അതവർക്കറിയാം. അപ്പോൾ അവരോടൊപ്പമാണ്, അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും അവരോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ അവരെ കേട്ടാൽ മതി. ആദ്യം ചിലപ്പോൾ അവർ പൊട്ടിത്തെറിക്കും, അവരുടെ വികാരം പറയും. പക്ഷേ ഇപ്പോഴും കടൽ കയറും എൻ്റെ മണ്ഡലത്തിൽ. അപ്പോൾ ഭയങ്കര പൊട്ടിത്തെറിയാണ്. ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവർക്കൊരു സമാധാനമാവും. ഒരാൾ വന്നല്ലോ കേൾക്കാൻ, നമ്മുടെ MLA വന്നു, അല്ലെ മന്ത്രി വന്നു. ഞാൻ നമ്മുടെ ഫിഷറീസ് മന്ത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് അന്ന് നേരത്തെ പോകാൻ പറഞ്ഞാൽ പുതിയ മന്ത്രിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ പറഞ്ഞു ഒരുമിച്ച് പോകാം, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. ഫിഷറീസ് മിനിസ്റ്റർ അബ്ദുൽ ഗഫൂറിനെ പരിചയപ്പെടുത്തി. അബ്ദുൽ ഗഫൂർ നന്നായിട്ട് കാര്യം പറഞ്ഞു. അവരോട് ഗവൺമെൻറ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. ശാന്തമായി അവർ കേട്ടു. അദ്ദേഹം വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് താല്പര്യമായി. അതാണ് എൻ്റെ. നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യം. അവരുടെ പ്രയാസങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. ഈ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങാണ് ഏറ്റവും നല്ല ഡിപ്ലോമാറ്റിക് ലീഡർ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. പേഷ്യൻസ് ആയിരിക്കും ഒരു പക്ഷേ. കുടുംബകലഹം എപ്പോഴെങ്കിലും ഉണ്ടായപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അനിത വേഴ്സസ് ശ്രീജ ഓർ അനിത വേഴ്സസ് ജുനീറ്റ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. പറഞ്ഞുണ്ടാക്കണ്ടായിരുന്നു. പറഞ്ഞുണ്ടാക്കേണ്ട എന്താണ്? അങ്ങനെ സാഹചര്യം ഉണ്ടാവില്ല. ഈ മരുമക്കൾ വരുന്ന സമയത്ത് ഇത്തരം പൊളിറ്റിക്കൽ സംഘർഷങ്ങളൊക്കെ കണ്ട ആളെന്ന നിലയിൽ എന്തെങ്കിലും അഡ്വൈസസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ അവരൊക്കെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മളെ ഉപദേശം ആവശ്യമില്ല, അതിൻ്റെ ഒരാവശ്യമില്ല. കാരണം അവരൊരു മാറിയ ലോകത്ത് വളർന്നു വരുന്നവരാണ്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉള്ള ആളുകളാണ്. ഈ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ രോഹിത് ഒരുമിച്ച്? ഇത്രയും പേര് ഒരുമിച്ച് അമ്പലങ്ങളാണ് പണ്ടൊക്കെ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യും. ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരുമിച്ചിടയ്ക്കൊന്ന് പോയി. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ, ന്യൂസിലൻഡ് വിദേശത്ത് പോയി. ആ സമയത്താണ് അവസാനം ഒരുമിച്ച് പോകുന്നത്. അല്ലെങ്കിൽ ക്ഷേത്രങ്ങളാണ് അല്ലേ? പ്രധാനപ്പെട്ട ഏത് ക്ഷേത്രങ്ങളിലാണ് പോവാറ് ഒരുമിച്ച് ഫാമിലി ഇത്രയും പേര് കൂടി? ഗുരുവായൂർ പോയി.
മൂകാംബിക കൊല്ലൂര്, അമ്പിയ ഗുരുവായൂരൊക്കെ ഗുരുവായൂർ, തിരുപ്പതി തിരുപ്പതി പോകും ഒരുമിച്ച് ഇത്രയും പേരും കൂടി അല്ലേ? അത് പോയിട്ടില്ല, പണ്ട് കുട്ടിക്കാലത്ത് കണ്ടാ പോയത്. അത് ഒരു പോസിറ്റീവ് ഫീൽ തരുമോ? രണ്ടുപേരുടെയും തല മുട്ടയടിച്ചെന്ന് ആണ് കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിൽ. നമ്മുടെ വീട് പഴയ പോലെ അല്ലേ? പൊട്ട രോഹിത്തിന്റെയും രമിത്തിന്റെയും ഇനി രണ്ടുപേരെ കൊണ്ടുപോകണം. ഇനി രണ്ടുപേരും കൂടെ കൊണ്ടുപോകണം. ഞാൻ ചോദിക്കട്ടെ, ഈ മൊമെന്റ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ തീർച്ചയായിട്ടും തീർച്ചയായും ഇത് ഒരുപാട് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കിട്ടാൻ സാധ്യത കുറവാണല്ലോ. പക്ഷെ ഞാൻ എന്നാലും അവരെ കെയർ ചെയ്യാറുണ്ട്. അതിലൊരു പരാതി പരിഭവമൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടോ? ആദ്യം പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞു, പിന്നെ അങ്ങ് ഒഴിവാക്കി. പിന്നെ നടക്കില്ല. കാര്യമില്ലാന്ന് മനസ്സിലായി. ഇവരുടെ എല്ലാം വളർച്ചയിലും എന്നേക്കാൾ കൂടുതൽ കോൺട്രിബ്യൂഷൻ പുള്ളിക്കാരിക്കാണ്. ആണല്ലേ? അപ്പോൾ അത് ഇടയ്ക്ക് പറയാറുണ്ടോ എന്തെങ്കിലും അങ്ങനെ? എന്തെങ്കിലും ഒന്ന് നോക്കണം കേട്ടോ എന്തെങ്കിലും പറയാറുണ്ടോ? അല്ല, എന്നും അന്വേഷിക്കാറുണ്ട്. എന്നോട് വിളിക്കണേക്കാൾ ഇവരെ വിളിച്ചു. ഇവര് രണ്ടുപേരുമായിട്ട് സംസാരിക്കും അല്ലേ? എപ്പോഴെങ്കിലും അച്ഛനൊരു സങ്കടം ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്ത മൊമെന്റിൽ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ തുറന്നു ചോദിക്കട്ടെ, ഇപ്പം ചില പൊസിഷനൊക്കെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. ഇപ്പം മിനിസ്റ്റർ പൊസിഷൻ ആണെങ്കിലും അത് OC-യുടെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, അതല്ലെങ്കിൽ CM ആയിട്ട് പരിഗണിക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. ആ സമയത്തൊക്കെ സങ്കടം ഉണ്ടാകുന്ന സമയത്ത് പേഴ്സണൽ അഡ്വൈസോ അല്ലെങ്കിൽ പേഴ്സണൽ കോളോ കൊടുക്കാറുണ്ടോ? രാഷ്ട്രീയപരമായിട്ടില്ല, ആ പക്ഷെ അച്ഛൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അച്ഛന് ഒരുപാട് വേദന ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ഭയങ്കര എംപത്തറ്റിക്കാണ്. ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ MI ഷാനവാസ് സാർ ഹോസ്പിറ്റലായിരുന്നു. അപ്പം അന്നാണ് ഒരുപക്ഷെ അവസാനമായിട്ട് ഞാൻ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടത്. അതുപോലെ അച്ഛൻ്റെ സുഹൃത്തുക്കളും കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വിളിച്ചു പറയും. അല്ല, ഞങ്ങളെ വിളിക്കത്തില്ല, അച്ഛനാ വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ നേരിട്ട് ഒരു വിഷമങ്ങളും ഞങ്ങളോട് പറയാറില്ല. എന്തെങ്കിലും ഒരു സന്തോഷം മാത്രമേ. അവരെ കൂടി വിഷമിപ്പിക്കുന്നത്. ആണോ? രോഹിത്തിനോട് പറയാറില്ലേ? മറ്റേയാളോടും ഒന്നും പറയാറില്ല? ആണോ? രോഹിത്തിനോട് വിഷമങ്ങളൊന്നും അങ്ങനെ ഓപ്പണായിട്ട് പറയില്ല. പറയില്ല. ഇല്ല ഇല്ല. തിരിച്ച് രോഹിത് പറയുമോ അച്ഛനോട്? നമ്മളതേ പറയത്തുള്ളൂ. വിഷമങ്ങളും പരിഭവങ്ങളും പരാതി ആവശ്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ കുട്ടിക്കാലത്ത് രോഹിത് ആവശ്യപ്പെട്ടിട്ട് അച്ഛൻ ചെയ്തു കൊടുക്കാതിരുന്ന കാര്യം എന്താ? അങ്ങനെയില്ല, എല്ലാം ചെയ്തു തരും. എല്ലാം ചെയ്തു തരും. പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ കൊണ്ടുപോകും, ഇന്ന സ്ഥലത്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിക്കാൻ സംവിധാനം ഉണ്ടാക്കും. എന്നാലും ഈ കുട്ടിക്കാലത്തൊക്കെ ബൈക്ക് അത് ഇത് എന്നൊക്കെ പറയുന്ന സമയത്ത് സൈക്കിൾ ഇപ്പൊ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്ന തീരുമാനം, അങ്ങനെ എന്തെങ്കിലും എടുക്കാം? അവിടെ പറയേണ്ടി വരില്ല, ഇവിടെയാ പറയണ്ടേ. ഇവിടെ പറയാ അല്ലേ? ഇവിടുത്തെ റെക്കമെൻഡേഷൻ ഇങ്ങോട്ട് വരും അല്ലേ? ഞാനാ സമ്മതിക്കാത്ത, ചേട്ടനെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ആണോ? മക്കളോട് അത്രയ്ക്കൊരു നോ പറയാൻ പറ്റുന്നില്ല. ആരോടും പറയാൻ പറ്റില്ല. അടിച്ചിട്ടുണ്ടോ ഇവര് രണ്ടുപേരെയും? ഇല്ല, തല്ലിയിട്ടില്ല ഇതുവരെ? ഇതുവരെയില്ല. കുട്ടിക്കാലത്തും ഇതുവരെയില്ല. ആണോ? എന്നെ തല്ലിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂത്തയാളെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാറ് സ്റ്റാർട്ട് ചെയ്ത് കളഞ്ഞത്. ഏത് കാർ ബൈക്കോ? 5 വയസ്സുള്ളപ്പോ 5 വയസ്സുള്ള കാറ് കാർ ഡോറ് ലോക്ക് ചെയ്തിട്ട് ഇവനെ കയറ്റിയിരുത്തി. ഞങ്ങൾക്കൊരു മാരുതി 800 ഉണ്ടായിരുന്നു. അതിന് ഉണ്ണി മാരുതി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം പാക്കില് ഉണ്ണീന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടന് അന്ന് മുതലേ വണ്ടി ഓടിക്കാൻ ഭയങ്കര ക്രേസാ. അപ്പൊ എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. 5 വയസ്സ്. എനിക്കൊരു 2 വയസ്സ്. 2 വയസ്സ്. 3 വയസ്സാണ് ഇവര് വ്യത്യാസം അല്ലേ? അപ്പൊ എന്നെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് അപ്പൊ അന്ന് തന്നെ ചേട്ടൻ എന്നോട് പറഞ്ഞു കാണുമ്പോ നമുക്കൊരു യാത്രയ്ക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി 5 വയസ്സുള്ള യാത്രയ്ക്ക് പോവാന്ന്. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഭാഗ്യത്തിന് അത് മുന്നിലൊരു മതിലുണ്ടായിരുന്നു, അത് കയറി ഇടിച്ചു എന്ന് തോന്നുന്നു, ഓർമ്മയില്ല. വണ്ടി മൂവ് ചെയ്തു. അന്ന് 2 അടി വെച്ച് കൊടുത്തു, 2 പേർക്ക് കിട്ടും. 2 പേർക്ക് അടി കൊടുത്തോ? ഞാനല്ല, ആണോ? അമ്മയാണോ അടിച്ചത്? അന്നേരം അടി കിട്ടിയിട്ടുണ്ടെന്ന് 3 വയസ്സിൽ. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ്. എന്നപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാലോ? ചങ്ങാതിയെ വിളിച്ചോണ്ട് വണ്ടി ഓടിച്ചത് 5ാമത്തെ വയസ്സിൽ. അനിയനെ വിളിച്ചോണ്ട് നമുക്ക് ആ ചെപ്പ് കിളക്കണ ചങ്ങാതി പാടിയാലോ? കുസൃതിക്ക് വേണ്ടിയിട്ട്. ചെപ്പു കിളുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, ചെപ്പു കിളുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കൊരു മണിപ്പൊന്മാല, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കൊരു മണിപ്പൊന്മാല. ഈ പാട്ട് ഗംഭീരം, സൂപ്പറായിട്ടുണ്ട്. ശ്രീജ, ഈ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയം, ചൂട്, ആ സമയത്തൊക്കെ എങ്ങനെയാ? നിങ്ങളുടെ വീട്ടിലായിരിക്കും അതോ ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും, വാർസിയുടെ കൂടെ ഉണ്ടാവും? ഞങ്ങൾ അമ്മ അച്ഛൻ്റെ കൂടെയാ താമസിക്കുന്നത്. അപ്പൊ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ ടെൻഷനൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഇവർ എന്തെങ്കിലും ടെക്നിക്ക് പ്രയോഗിക്കുന്നതായിട്ട് അറിയാമോ? വൈകുന്നേരം ഞങ്ങള് ഫുൾ പ്രാർത്ഥനയായിരിക്കും, ഞാനും അമ്മയും ഞങ്ങളെല്ലാരും കൂടെ പ്രാർത്ഥനയായിരിക്കും മിക്കവാറും. പ്രാർത്ഥനയോ? പ്രാർത്ഥിക്കും. ആണോ? ആരാണ്? ഗുരുവായൂരപ്പനെയാണോ പ്രാർത്ഥിക്കാറ് അതോ ഇവിടെ പറഞ്ഞ പോലെ ശിവനെയാണോ? അങ്ങനെയില്ല, എല്ലാരും അന്നേരം തോന്നും. ആണോ? പ്രാർത്ഥനയാണ് ഈ സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴി. TV അങ്ങ് ഓഫ് ചെയ്യും. അപ്പൊ പാതി ടെൻഷൻ മാറും. ടെൻഷൻ മാറും. പാതി ടെൻഷൻ മാറും അല്ലേ? ഈ വാർത്തകൾ ചില സമയത്ത് അലോസരപ്പെടുത്താറുണ്ടോ?
എപ്പോഴും വാർത്ത മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടില്. ആണ് ബാക്കി സീരിയൽ റിപ്പോർട്ടർ ചാനൽ മാത്രമേ കാണുള്ളൂ. റിപ്പോർട്ടർ അയക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു, ഗ്രേറ്റ്. ഐ മീൻ എനിക്കൊരു സംശയം, സീരിയലുകൾ, സിനിമകൾ അങ്ങനെയുള്ള അതെല്ലാം കാണും. അതെല്ലാം കാണും. അതാണ് സീരിയൽ കാണാറ് സീരിയലെല്ലാം കാണും. വൈകിട്ടൊക്കെ കാണും. ആണ്. രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നാണോ? ഞങ്ങള് ഭക്ഷണം കഴിച്ചാണ് സീരിയൽ. രണ്ടുപേരും കൂടി യു ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്? രണ്ടുപേർക്കും അതെ ഞങ്ങള് ഒരു ധാരണയുണ്ട്. വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാ. ആണോ? ഇവരൊക്കെ പിന്നെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സീരിയൽ 7 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം ഫുഡ് കഴിക്കും? ഓ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ട് എനിക്കൊന്നും ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവരൊന്നും വിളിച്ചാൽ വരില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കഴിക്കും. കഴിക്കും. നമ്മൾക്ക് സമയമൊന്നും നോക്കി കഴിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പം അതിനകത്തൊരു ധാരണയുണ്ട്, ഏത് സീരിയൽ കാണണം എന്നുള്ളതിന് ഒരു ധാരണയുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. നിങ്ങൾ രണ്ടുപേരുമാണോ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത്? രുചിയുണ്ട് ഞങ്ങളോട്. യൂണിറ്റ് വരും ആ സമയത്ത്. അതെ, മുത്ത് വല്ലം വർക്കിന് പോവാണെങ്കിൽ എന്താ വിളിക്കുന്നത്? വീട്ടില് മുത്തുന്നാ ഉണ്ണി വിളിക്കുന്നത്. മുത്തെന്നാ പേര്. ഉണ്ണിയും മുത്തും അല്ലേ? ഉണ്ണി മുത്ത്, ഇളയവനെ വിളിക്കുന്നത് കിക്കി. അത് ഏറ്റവും ഇളയ ആള്. ഏറ്റവും ഇളയാള് കിക്കി. അത് അവൻ തന്നെ പേരിട്ടതാ. അവൻ തന്നെ ഇട്ടതാ? റോഹൻ ഇട്ട പേര്. രോഹൻ ഇട്ട പേരാ. രോഹന്റെ പേര് അപ്പു. അപ്പു. ഓക്കെ. അപ്പം മുത്ത് വല്ലം വർക്കിൽ പോവാണെങ്കിൽ അപ്പൊ അമ്മ വിളിക്കും. അപ്പൊ ഞാൻ ട്രിവാൻഡ്രം പോവും, ഞാനും ചേച്ചിയും അമ്മയും ഒരുമിച്ച് കറങ്ങും. നിങ്ങളൊരു പ്രണയവിവാഹമായിരുന്നോ? അതെ. ആയിരുന്നു അല്ലേ? ആ പ്രണയം ആരുടെ ആദ്യം പറയുന്നത്? ആദ്യം എന്നോട് അല്ല, അമ്മയെടുത്താ പറഞ്ഞേ? ആണോ? ആണോ രമിത് അമ്മയോടാണോ ആദ്യം പറഞ്ഞത്? അമ്മയുടെ അപ്പൊ അമ്മ എന്താണ് ആദ്യം പറഞ്ഞത്? ആദ്യം എന്താ ചോദിച്ചത്? ആദ്യം എന്താന്ന് ഞാൻ മറന്നുപോയി. ആണോ ചോദിച്ചത്? എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. നമ്മുടെ കൂട്ടരാണോ എന്നാണോ ആദ്യം ചോദിച്ചത്? സത്യമല്ലേ? അങ്ങനെ പെട്ടെന്നൊരു തോന്നലുണ്ടാവും അല്ലേ? അതിനുശേഷമാണ് പിന്നീട് ആ ചോദ്യം അപ്രസക്തമാണെന്ന് മനസ്സിലാവുക. അതെല്ലാം കഴിഞ്ഞ് വിശ്വസിപ്പിച്ചു അല്ലേ? അതെ. അപ്പൊ എങ്ങനെയാ ഇവിടെ അവതരിപ്പിച്ചത്? അല്ല, ചേട്ടനായിരുന്നു എന്നെക്കാളും സന്തോഷം. ആണോ? സന്തോഷമായിരുന്നോ? അവന്റെ നമ്മളങ്ങനെ ജാതി മതം ഒന്നും നോക്കണ്ട. അവർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആണോ? അച്ഛൻ ആകെ പറഞ്ഞത് അമ്മയോട് ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി മേടിച്ചു വെച്ചോ, കാരണം അവള് കൂടുതലും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. മലയാളം അറിയില്ല. ജനിച്ചത് വളർന്ന പോലെ. ആണ് അല്ലേ? ഓക്കെ. നിങ്ങൾ എവിടെ വെച്ചാ കാണുന്നത് രണ്ടുപേരും? കോളേജില് എവിടെ? മാർ ബെസീലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ്. മാർ ബെസീലിയസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ? റോഹത്തിന്റെ കാര്യത്തിലോ? ആ പക്ഷെ അറേഞ്ച്ഡ് മാരേജാ, ടോട്ടലി അറേഞ്ച്ഡ് മാരേജാ. പക്ഷെ പ്ലാൻഡ് ആയിരുന്നു എന്ന് മാത്രം. നിങ്ങൾ പ്ലാൻഡ് ആയിരുന്നു, നിങ്ങൾ അറേഞ്ച് ചെയ്തു, ഇവിടെ നടപ്പിലാക്കി തന്നു അല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഞങ്ങൾ കേരള മാട്രിമോണിന്ന് കണ്ടുപിടിച്ച. കേരള മാട്രിമോണിയിൽ നിന്നോ? അപ്പൊ ഇവനോട് ചോദിച്ചപ്പം കുഴപ്പമില്ല, അറിയാവുന്ന പോലെ. അറിയാമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല പ്രണയമോ അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആയിരുന്നു, അറിയാമായിരുന്നു. ഓ, മാട്രിമോണി വഴിയാണോ കണ്ടെത്തിയത്? ആണോ? കൂടെ പഠിച്ചുവെങ്കിലും മാട്രിമോണിയൽ വഴി കണ്ടെത്തി. ഞാനും എന്റെ അനിയത്തിയും കൂടെ നോക്കാറുണ്ട്. മാട്രിമോണി ഇപ്പോഴാണ് ഫോട്ടോയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. അതെ അതെ. അപ്പം അങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഓക്കെ. അവനോട് ആദ്യം ചോദിച്ചു, പറഞ്ഞ ഇഷ്ടമാന്ന്. അപ്പൊ ആ അർത്ഥത്തിലേക്ക് ഒരു മാതൃക കുടുംബമാണ് അല്ലേ? ജാതി മതം ഒന്നും നോക്കണ്ട, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ അപ്പോഴും ഒരു ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇല്ല, അങ്ങനല്ല. അങ്ങനെ ഇല്ല ഇല്ലേ? അത് അവരുടെ ഇഷ്ടം. അവരുടെ ഗുണമായാലും ദോഷമാണെങ്കിലും അവർ അനുഭവിച്ചോണം എന്നുള്ളത്. അതാണ് നമ്മുടെ പോളിസി. ഓക്കെ. ഏറ്റവും മനോഹരമായ അഡ്വൈസ് ആണ് കൊടുത്തത്. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ചില അച്ഛന്മാരൊക്കെ ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും അഡ്വൈസസ് ഒക്കെ? അവരവരുടെ ഇഷ്ടത്തിന് മതം മാറുകയോ മറ്റോ ഒന്നും പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല. അവർക്ക് അവരുടെ ഇഷ്ടമായിക്കോട്ടെ, അവൻ്റെ ഇഷ്ടമായിക്കോട്ടെ. അതാണ് അവരുടെ, ഞാൻ പറഞ്ഞത് ഏക കാര്യം. അത്രേ ഉള്ളൂ. അല്ല, അതല്ലാതെ ബാക്കിയൊന്നുമില്ല. അല്ല, ഈ മക്കളോടെ ഈ ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് വിളിച്ചിരുത്തി കുറച്ചുകൂടിയൊക്കെ ജാഗ്രതയും ഉത്തരവാദിത്വം മെച്ചൂരിറ്റിയൊക്കെ കാണിക്കണം, അങ്ങനെ മറ്റുള്ള ചില ഉപദേശങ്ങളൊക്കെ? നമ്മളൊക്കെ വീരന്മാരല്ലേ. ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. ജോലി കിട്ടിയപ്പോഴോ, ജോലി കിട്ടി വരുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും അഡ്വൈസ് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അത് ഞാൻ പറഞ്ഞു. കാരണം IRS എന്ന് പറയുന്നത് വളരെ വേണമെങ്കിൽ വിവാദത്തിലേക്ക് ചാടാവുന്നതാണ്. അവന് പ്രതീക്ഷ IAS കിട്ടണമെന്നായിരുന്നു. പിന്നെ IRS ആണ് കിട്ടിയത്. പിന്നെ ട്രൈ ചെയ്തില്ല, ഇതങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കും. അപ്പോൾ കൊടുക്കും, സൂക്ഷിച്ച് വേണം, ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യണം, സൂക്ഷിക്കണം, വളരെ നന്നായി വായിക്കണം, കാര്യങ്ങൾ പഠിക്കണം, അതൊക്കെ പറയും. ഇപ്പം നിയോഗം എന്ന് പറയുന്ന നോവൽ എഴുതി. നോവൽ വായിച്ചിരുന്നോ രോഹിത്? വായിച്ചു. ഏഞ്ചലിന്റെ കഥ. അതെ. വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ? സത്യസന്ധമായി പറയണം. വളരെ ഇഷ്ടപ്പെട്ടു. അച്ഛൻ അങ്ങനെ ഒരു ഭാവിയുണ്ടോ അവിടെ? പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് കഴിഞ്ഞാലും അങ്ങനെ റിട്ടയർമെന്റ് കഴിയരുതെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. റിട്ടയർമെന്റ് ഉണ്ടാവില്ല, അതിന്റെ തിരക്കിനിടയിൽ എഴുതാം. എൻ്റെ ഞാൻ തുടങ്ങിയ ശ്രേഷ്ഠ ബുക്സ് ആദ്യം എനിക്കൊന്ന് KPCC പ്രസിഡന്റ് ബുക്സ് അല്ലേ? അതെ. ഞാൻ സുമാർ അടിക്കോടുമായിട്ടൊരു തർക്കത്തിന് പേര് തുടങ്ങി. എന്തെങ്കിലും ഒരു ബിസിനസ് കുടുംബത്തിൽ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് ബിസിനസ് ആയിരിക്കും? ഈ ശ്രേഷ്ഠ ബുക്സ് പോലെ പ്രസാധകം? അത് ബിസിനസ് ഒന്നുമല്ല, അതൊരു വലിയ ലാഭമൊന്നും കിട്ടുന്ന ഏർപ്പാടല്ലേ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനിടയിൽ എപ്പോഴാണ് കിട്ടുന്നത് ഈ സമയം വായിക്കാൻ? ഞാൻ യാത്രകളെ വായിക്കും. യാത്ര ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും വായിക്കും. കാറിലിരുന്ന് വായിക്കും? കാരണം
വായിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ പറ്റിയൊന്നുമല്ല. പറ്റിയതുമില്ല. അതിന്റെ മാം എങ്ങനെയാ വായന എങ്ങനെയാ? വളരെ കുറച്ചേ വായിക്കാറുള്ളൂ. ധാരാളം പുസ്തകങ്ങൾ എന്താണ് ഷഹൻഷായുടെ നോവലൊക്കെ വായിച്ചു അല്ലേ? രോഹിത് എഴുതും. രോഹിത് എഴുതും. പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ബുക്ക് ശ്രേഷ്ഠ തന്നെ പബ്ലിഷ്, ഫ്രീഡം ഫൈറ്റേഴ്സ്. CJ ഇങ്ങനെ റീഡിംഗ് ഉള്ളൊരു സീരിയലാണ് താല്പര്യം അല്ലേ? ഡാൻസ് ചെയ്യും നന്നായിട്ട്. ആണല്ലേ? ഓക്കെ. പബ്ലിക് പെർഫോമൻസ് ചെയ്യാറുണ്ടോ ഗുരുവായൂരപ്പ് ഒക്കെ പോയി? നമുക്ക് റിപ്പോർട്ടറിൽ ഒരു ദിവസം ഡാൻസ് വെക്കണം. പിന്നെന്താ ഗംഭീരമായിട്ട് അവതരിക്കാം. ജുനീറ്റിക്ക് അങ്ങനെ എന്തെങ്കിലും പാട്ട്, ഡാൻസ്? യൂണിറ്റ് ഡാൻസ് ചെയ്യും. ഡാൻസ് രണ്ടുപേരും ഡാൻസ് ചെയ്യും. മരുമക്കൾ രണ്ടുപേരും ഡാൻസ് ചെയ്യും. പാട്ട് പാടുവോ? പാട്ട് പണ്ട് പാടായിരുന്നു, ഇപ്പൊ പാടും. ഇപ്പൊ പാടത്തില്ല. ഇംഗ്ലീഷ് പാട്ടും. ഇപ്പൊ ഈ ഇംഗ്ലീഷ് മലയാളം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? ഇപ്പൊ കുഴപ്പമില്ല, മലയാളം ആർസി പറഞ്ഞതുപോലെ ഡിക്ഷണറി ഒക്കെ വെച്ചാണോ അഡ്ജസ്റ്റ് ചെയ്തത്? ഞാൻ ഒരു ഡിക്ഷണറി വാങ്ങിച്ചു കൊടുത്തു. വാങ്ങിച്ചു കൊടുത്തു കല്യാണത്തിന്റെ സമയത്ത് അല്ലേ? അല്ല, ഇത് കൈ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് അമ്മ എനിക്ക് സർട്ടൻ വേർഡ്സ് പറയുന്നത് ഞാൻ മറന്നു പോകും. അമ്മ പറഞ്ഞു അത് ടൊമാറ്റോ. അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നെ. അപ്പൊ എല്ലാം ഇപ്പം ഓക്കെയാണ്. പിന്നെ കുറച്ച് മലയാളം അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുണ്ടല്ലോ. അതെ. ഓക്കെ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, എപ്പോഴെങ്കിലും ലാസ്റ്റ് സിനിമ കാണാൻ പോയതാണ് ഇത്രയും പേരും കൂടി ഒരുമിച്ച്? ഏതാണ്? മറന്നുപോയി ഞാൻ. കുറേ ഞങ്ങൾ കാലമായോ? തന്നെ പോവാറുണ്ട്. എവര് കാണാൻ ആ, ഇവരുണ്ട്. അത് ഇത്രയും പേര് ഒരുമിച്ച്, ആർസി അടക്കം പോയത് ഇല്ല, പാടാം. ഒരുമിച്ച്. ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം. ആ, ഓ, നല്ല സിനിമയാണ്. ആ, ഇത്ര ഒരുമിച്ച് അതെ, പോകുന്നത്. അതെ. അപ്പൊ അങ്ങനെ ഞാൻ കിട്ടുന്ന- മോഹൻലാലിനോട് പറയുകയും ചെയ്തു, വളരെ നല്ല സിനിമയായിരുന്നു. അങ്ങനെ ലൈറ്റർ മൊമെന്റ്സ് വളരെ കുറച്ച് കിട്ടാറുള്ളൂ അല്ലേ ഒരുമിച്ച് കിട്ടുന്നത് അല്ലേ? ഈയിടെ ഒട്ടും കിട്ടാറില്ല. ഞാൻ മോഹൻലാലിന്റെ ഫാനാണ്, ഇവിടെ മമ്മൂട്ടിയുടെ ഫാൻ. ആണാ? മോഹൻലാൽ ഫാനാ? ആണോ? മമ്മൂട്ടിയുടെ ഫാൻ. മമ്മൂട്ടിയുടെ ഫാനാ? അറിയാം, രണ്ടുപേർക്കും അറിയാതെ. ആണോ? മോഹൻലാലിന് പറയാം, മമ്മൂട്ടിക്ക് പറയാം അതെ. അല്ലേ? അതെ. റബിത്തോ? പിന്നെ വിജയ് ഫാനാ. വിജയ് ഫാൻ. ഓ, വണ്ടർഫുൾ, സൂപ്പർ. വിജയ് ഫാനാണോ? അല്ല, അങ്ങ് വിജയ് ഫാനാണോ? വിജയ് എനിക്ക് ഇഷ്ടമാണ്. വിജയ് ഇഷ്ടമാണ് പൊളിറ്റിക്കലി? അതെ, ഇഷ്ടം. പൊളിറ്റിക്കലി ഇഷ്ടമാണ്. അതെ, അതെ. ഈ അന്ന് വിജയ് നേരിട്ട് കണ്ടല്ലോ തുഫാനും. ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ വാസ്തവത്തിൽ അവിടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ വളരെ വെൽ മാനേജ്ഡ് ആണ് പുള്ളിയുടെ ടൈം. ഓ, ഞങ്ങൾ ചെന്നുടനെ ആദ്യം ഫോട്ടോ എടുക്കാമെന്നു. ആ. ഫോട്ടോ എടുത്തു. ഇവരെ കൊണ്ടുപോയോ? ഇല്ല ഇല്ല, ഞങ്ങളുടെ കൂടെ ഉള്ളതല്ല, എല്ലാം കൂടി ചേർത്ത് ഫോട്ടോ. ചെന്നപ്പോഴേ ഫോട്ടോ എടുക്കാം. പ്രവീൺ ചക്രവർത്തി നമ്മുടെ MP ആയ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഈ തുഫാൻ്റെ കാര്യം പറയാൻ വേണ്ടി. അദ്ദേഹം ചെയ്ത ഹോം സെക്രട്ടറി, DGPമാർ, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഓഫീസേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. നമ്മളെക്കാൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആണോ? 100%. വി ഹാവ് ടു ലേൺ ഫ്രം ഹിം. യെസ്. എന്നിട്ട് അത് കഴിഞ്ഞ് എനിക്കിതെല്ലാം അറിയാവുന്ന ഞാൻ അവരോടെല്ലാം സംസാരിച്ചു. പക്ഷെ വിജയ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളിനി എന്ത് ചെയ്യണം, ഇതെല്ലാം അതൊരു വളരെ പ്രൊഫഷണലായിട്ടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു സിനിമാ താരം മുഖ്യമന്ത്രി ആയതല്ലേ. അതെ. അനുഭവക്കുറവ്, പരിചയസമ്പന്നത കുറവെന്നൊക്കെ നമ്മൾ പറയും. അതെ അതെ പക്ഷെ ആ പ്രൊഫഷണലിസം. അതെ. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു എൻ്റെ ഉപഹാരം, ഞാൻ കയറിൻ്റെ മന്ത്രിയോട്. കയർ എന്ന നമ്മൾ തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലാണ്. അത് DC ബുക്സ് അത് തമിഴിൽ ഇറക്കിയായിരുന്നു. അതിൻ്റെ ഇതാണ് കൊടുത്തത്. അത് ഭയങ്കര സന്തോഷമായി. ഇത്തവണ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കയർ തൊഴിലാളികൾക്ക്, പണിയില്ലാത്ത കയർ തൊഴിലാളിക്ക് 2000 രൂപ ഓണത്തിന് അനുവദിപ്പിക്കാൻ കഴിയും. ഞാൻ മുഖ്യമന്ത്രിയോട് ഈ കാര്യം സംസാരിച്ചു, അദ്ദേഹം വളരെ സംസാരിച്ചു. എനിക്ക് വലിയ സന്തോഷം. അതും കയർ തൊഴിലാളികൾക്ക് 2000 രൂപ. പണിയില്ലാത്തവർക്ക്, പണി ചെയ്യാൻ നിവൃത്തിയില്ലാതെ പോയ പാവപ്പെട്ട തൊഴിലാളികൾ, അവർക്ക് വീണ്ടും പണി ചെയ്യാനുള്ള ഒരു ആവേശം കൊടുക്കാൻ വേണ്ടി 2000 രൂപ ഈ ഓണത്തിന് അനുവദിപ്പിച്ചു. തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് 500,000 500,000 ആക്കി. ഈ രണ്ട് കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷം. ഞാൻ ഒരു കാര്യം കുറിച്ചു, ടഫ് ക്വസ്റ്റൻ ആണ്. എന്നാൽ പോലും RC കഴിഞ്ഞാൽ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ പോലും മറ്റൊരു പൊളിറ്റിക്കൽ ലീഡർ കേരളത്തിൽ ആരാണ് ഇഷ്ടം? രോഹിതിന് ഏത് പാർട്ടിയിൽ നിന്നും ആവാൻ കിട്ടും. ലീഡർ വലിയ ഇഷ്ടമാണ്. ലീഡറാണ് അല്ലേ? രമിത്തിന് എങ്ങനെയാ? എനിക്കും ലീഡറാണ്. ലീഡറിനൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടോ രമിത്തിന്? ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ട്, ഗുരുവായൂർ പോകുമ്പോഴൊക്കെ കാണുമായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഇപ്പോഴും ഈ രമിത്തിനെയൊക്കെ ലാളിച്ചിട്ടുണ്ടാവും രണ്ടുപേരെയും. അപ്പം അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞങ്ങൾ പോയിരുന്നു. തൂഫാൻ എന്ന് പറയുന്ന പരിപാടി വരുന്നു. 2 ആൺമക്കൾ, കൊച്ചുമകൻ, ഒരു ആൺകുട്ടി. ഇനിയിപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിൽ പുതിയ തലമുറ കുട്ടികളുമായിട്ടുള്ള ഈ ഫാമിലി മൊമെന്റ് തൂഫാനിൽ തന്നെ പിടിച്ചു തുടങ്ങണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ട്? തുഫാനാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ തിരിച്ചറിഞ്ഞു. അറിയാനുള്ള കാരണം, ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് തുടങ്ങി. പക്ഷെ ഇത്തവണ ഞാൻ പ്രൗഡ് കേരള എന്നൊരു NGO ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും നോ ടു ഡ്രഗ്സ് എന്നൊരു വാക്കത്തോൺ നടത്തി. വാസ്തവം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളാരും പറയാതെ പത്രത്തിൽ കണ്ടുവന്ന ആളുകളുണ്ടായിരുന്നു.
ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വരും. പക്ഷേ ജനങ്ങളുടെ പിന്തുണ വളരെ വലുതായിരുന്നു. ഞാൻ അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നം ഇതാണ്. അപകടങ്ങൾ, ക്രൈം റേറ്റ് എല്ലാം പരിശോധിക്കാൻ RC പോലെ ഒരാൾ തിരക്കുള്ള ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പൊളിറ്റിക്കൽ ലൈഫിലേക്ക് നിൽക്കുന്നു. എല്ലാ സമയത്തും അച്ഛന് മക്കളെ ഉപദേശിക്കാനോ ഒന്നും സമയം കിട്ടണമെന്നില്ല. പക്ഷേ ഇവർ അഡോൾസൻസ് വരുന്ന സമയം എങ്ങനെയാണ് ഇവർക്ക് ഇതൊന്നും ഉപയോഗിക്കരുത് എന്ന ബോധ്യത്തിലേക്ക് ഇവരെ എത്തിച്ചത്? അവരെ അച്ഛനെ കണ്ട് ജീവിച്ചതുകൊണ്ടായിരിക്കും. അവരോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഉപദേശമൊന്നും പ്രത്യേകിച്ച് ഇല്ല, കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. അച്ഛനെ കണ്ടിട്ടല്ലേ അവര്, ഒരു അച്ഛനായിരുന്നു അവരുടെ ഹീറോ. ഇപ്പൊ രമിത്തിന് അറിയാലോ, രമിത് ഇപ്പം IRS കൂടി ആയതുകൊണ്ട് വലിയൊരു എഫക്റ്റ്. അപ്പൊ ഈ തൂഫാന് ഒരു പൂർണ്ണ പിന്തുണ രമിത്തിനും ഭാഗത്തുനിന്നും ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും എല്ലാ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സും സീനിയേഴ്സ് ആയിട്ടുള്ള മറ്റൊരുപാട് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു, അച്ഛനെടുത്തൊരു ഇനിഷ്യേറ്റീവ് കാരണം ഒരുപാട് സെൻട്രൽ ഏജൻസീസ് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു. അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് ആരും എടുത്തിട്ടില്ല. കാരണം അവൈലബിലിറ്റി ഭയങ്കരമാണ്, ഇത് ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ തൂഫാൻ. ഇനി വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഗോൾഡിനെ കുറിച്ചുള്ള ഇവിടെ കല്യാണമൊക്കെ കഴിക്കുന്ന സമയത്ത് സാധാരണ വീട്ടിൽ നാട്ടു നടപ്പാണല്ലോ, ഇപ്പോൾ മാട്രിമോണിയിലൊക്കെ ആണെങ്കിൽ പോലും ആ സമയത്ത് എന്തെങ്കിലും അഡ്വൈസ് കൊടുത്തിരുന്നു? ഇത് സ്വർണം എത്ര വേണമെന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമല്ലോ കല്യാണം നടക്കുന്ന സമയത്ത്. ഞാനങ്ങനെ സ്വർണ്ണം എത്ര വേണമെന്ന് എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടില്ല. അല്ല, എന്തുണ്ടെന്നും കൂടെ അറിയില്ല. ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും അറിയില്ല എത്ര വേണം. അവരങ്ങനെ ചോദിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള സംഭാഷണങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ശ്രീജ, സ്ത്രീധന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കല്യാണം കഴിക്കുന്ന സമയത്ത്? അങ്ങനെ ഒരു ചോദ്യമേ ഉണ്ടായില്ലല്ലോ. എന്താണ് അന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മ ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? ഇല്ല, അമ്മയ്ക്ക് എൻ്റെ ഫോട്ടോസ് കണ്ട് എന്നെ കുറച്ച് പേടിയായി എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഫോട്ടോ കണ്ടിട്ട് പേടിയായിരുന്നോ? മുടി ഡൈ അടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ട് പേടിയായി. അമേരിക്കയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ടാണ് പേടി. പിന്നെ പറഞ്ഞോ, ഇത് ഡൈ ആണെന്ന് പറഞ്ഞോ? എന്റെ കൂടെ ചേരുവെന്ന് എനിക്കൊരു അങ്ങനെ പേടിയായിരുന്നു. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. US ലായിരുന്നു. പറഞ്ഞോ, അത് പങ്കുവെച്ചിരുന്നോ? ഞാനൊന്നും പങ്കുവെക്കാൻ, അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം. കൊണ്ടുപോകുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി. കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമായി. കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി. ഓക്കെ, സോ വെരി ഹാപ്പി ഫാമിലി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. നമുക്കൊരു കുഞ്ഞു പാട്ട് കൂടി ആയാലോ? കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. സൂപ്പർ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു, ഗംഭീരമാവട്ടെ. അപ്പൊ രുദ്രാൻസിനെ നമ്മൾ കാണിച്ചില്ല, രുദ്രാൻസിനെ കാണിക്കാറായില്ല. രുദ്രാൻസ് 28 ദിവസമേ ആയുള്ളൂ അല്ലേ? രുദ്രാൻസ് എന്നാണ് RCയുടെ കുടുംബത്തിലെ ഏറ്റവും പുതിയ ആളുടെ പേര്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ജിനിറ്റ, ഓൾ ദി ബെസ്റ്റ് രമിത്, ഉഷാറാവട്ടെ. താങ്ക് യു RC, താങ്ക് യു മാം, താങ്ക് യു. അപ്പോൾ ഹാപ്പി ഓണം.